നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ശ്രീ എബ്രഹാം ചാക്കോ, അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജൈവ കൃഷി ഏലത്തോട്ടത്തിൽ പരീക്ഷിക്കുന്നയാളാണ്. അപ്പോൾ അത് വെറും ഒരു കാർഷിക പരീക്ഷണമല്ല. അദ്ദേഹം കാർഷിക ശാസ്ത്ര ബിരുദധാരിയായിരുന്നു. അതിനുശേഷം രാസവളവും കീടനാശിനിയും ഗ്രീൻ റവല്യൂഷൻ്റെ കാലത്ത് തന്നെ പഠിച്ച്, പ്രയോഗിച്ച്, പരമാവധി ഉപയോഗിച്ച് അവസാനം മണ്ണിൽ നിന്നുള്ള വിളവ് തിരിച്ച് കുറയുന്നൊരവസ്ഥയുണ്ട്. രാസവളത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ ആധിക്യം കഴിഞ്ഞ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ നിന്നും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷിക്കുണ്ടാകുന്ന മാറ്റങ്ങളും കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകളും പഠിച്ച് അതിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം 50 ഏക്കർ സ്ഥലം തിരിച്ച് കാടാക്കി അതിൽ കൃഷി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ലോകത്ത് വിലയുള്ളത് വൈൽഡ് ഏലത്തിനാണ്. ഏത് പ്രോഡക്റ്റും കാട്ടിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റിന് വില കൂടുതലാണ്. അതിന് കാരണം മണ്ണിലെ മൈക്രോബുകളാണ്. മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം അത്തരം ഭക്ഷണങ്ങളിൽ കാണുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് കാർഷിക മേഖലയിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളാരും അത് അറിഞ്ഞിട്ട് പോലുമില്ല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെ കുറച്ച് ആളുകളെ അതേക്കുറിച്ച് പഠനം നടത്തുള്ളൂ. അപ്പോൾ അത് വളരെ ആഴത്തിൽ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ അറിവ് നമുക്ക് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം, ഇടുക്കി പോലുള്ള സ്ഥലത്ത് 38 ഡിഗ്രി ചൂടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ വിളകൾക്കും നാശം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഇടിവ് സംഭവിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഭാവിയെ കണക്കിലെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അത് നമുക്കൂടെ മനസ്സിലാക്കുന്നത് നമ്മൾ പലർക്കും പ്രയോജനകരമായിരിക്കും. സാറേ, നമ്മുടെ ഈ ഏലം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന കാട്ടിൽ വളരുന്ന ഏലം, വൈൽഡ് ഏലം എന്ന് പറയുന്ന സാധനം യഥാർത്ഥ കാട്ടിൽ തന്നെ, അതായത് മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ വളരുന്ന ഏലത്തിനാണ്. സാറിപ്പോൾ ഈ ഒരു 50 ഏക്കറല്ലേ ഇത്? അതെ, ഏലം 20 ഏക്കറിലോ മറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റുപാടും യഥാർത്ഥത്തിൽ കാടായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കിയിട്ടൊരു പലയിടത്തും നടക്കാൻ വഴി പോലും ഇല്ല. നമ്മൾ അതിന് മുകളിൽ കൂടെ നടന്നു പോവുകയാണ്. അതുപോലെ തന്നെ ഈ പക്ഷികളും ഈ ചെറിയ പ്രാണികളും, ഒരുപാട് ഈ ചെറിയ ജീവികളെ ഇവിടെ വളരെ സുലഭമായിട്ട് കണ്ടു. അപ്പോൾ ഏകദേശം ഒരു കാടിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ ഈ കാട് ആയിട്ട് നിർത്താനുള്ള കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ ചെടികളും മണ്ണിലേക്ക് അതുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം വിടുന്നു എന്നുള്ള സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അത് അടുത്ത കാലത്തല്ലേ അത് റിപ്പോർട്ട് ചെയ്ത് വരുന്നത്? ഏതാണ്ട് 2000 ആണ്ട് വരെ മനുഷ്യൻ വിചാരിച്ചിരുന്നത് ഫോട്ടോസിന്തസിസ് വഴി സൗരോർജം കൺവേർട്ട് ചെയ്യപ്പെട്ട്, അതായത് ഫോട്ടോസിന്തസിസ് നമുക്കറിയാമല്ലോ, ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം, ഊർജ്ജം എടുത്ത് ഒരു ബയോകെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ സംഭരിച്ച് വെച്ചിട്ടുന്നതാണ്. എന്നിട്ട് അത് ഇല പൊഴിഞ്ഞ് വീഴുമ്പോൾ അത് മൈക്രോബുമായിട്ട് പങ്കുവെക്കുക, ആ എനർജി മൈക്രോബുമായിട്ട് പങ്കുവെക്കുന്നുള്ളതായിരുന്നു 2000-ന് മുമ്പുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്. 2000-ലാണ് ഇത് കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് വഴി കൺവേർട്ട് ചെയ്യുന്ന അന്നജത്തിൻ്റെ ഒരു 40% അത് വേര് വഴി അപ്പോൾ മണ്ണിലേക്ക് ഒഴുക്കി കൊടുക്കുന്നുണ്ട്. ലിക്വിഡ്, അതിനെയാണ് ലിക്വിഡ് കാർബൺ പാത്വേ എന്ന്. അതായത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് ഇതിൻ്റെ വേരിൽ കൂടെ മൈക്രോബിയൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇത് പങ്കുവെക്കുന്നു എന്നുള്ള ഒരു അറിവ് 2000-ന് ശേഷമാണ് മനുഷ്യനിലുണ്ടായത്. അത് മനസ്സിലായപ്പോഴത്തേക്ക് അത് സയൻസിൽ ഒത്തിരി മാറ്റം വന്നു തുടങ്ങി. അപ്പോഴിങ്ങനെ വൈവിധ്യമുള്ള ചെടികൾ, വൈവിധ്യമുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് വേര് വഴി അത് മണ്ണിലേക്ക് ആ ലിക്വിഡ് കാർബൺ പാത്വയിൽ കൂടെ കൊടുക്കുന്നു. അതുവഴി വൈവിധ്യമുള്ള മൈക്രോബുകൾ പോറ്റപ്പെടുന്നു, അവർ എനർജൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ഈ നമ്മളുടെ അറിവ്, കൃഷിയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ അങ്ങ് മാറി. അപ്പം മണ്ണിൻ്റെ സ്ട്രക്ചർ കുറഞ്ഞതാണ് രാസവളങ്ങൾ കൊണ്ട് ഉണ്ടായ മെയിൻ ദോഷം. ആദ്യകാലങ്ങളിലൊക്കെ രാസവളങ്ങൾ നല്ല റിസൾട്ട് തന്നെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് രാസവളം ഉപയോഗിച്ചിരുന്ന ആളല്ലേ? ഞാൻ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ആളാണ്. ഞാൻ അഗ്രികൾച്ചർ BSc കഴിഞ്ഞിട്ട് അന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവില്ല. നമ്മൾ പഠിച്ചത് കൂടുതലും രാസവളങ്ങളെക്കുറിച്ചും രാസവളങ്ങളുടെ പോസിബിലിറ്റിയെക്കുറിച്ചും. ആദ്യകാലങ്ങളിലൊക്കെ വലിയ നേട്ടമായിരുന്നു, രാസവളങ്ങൾ ഉപയോഗിച്ചാൽ വലിയ നേട്ടങ്ങളായിരുന്നു. പക്ഷെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്തില്ല. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണിലുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അത് തന്നെയല്ല രോഗങ്ങളുടെയും കീടങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾ കൂടുന്നതും, അപ്പോൾ അതുവഴി വീണ്ടും കൂടുതൽ കെമിക്കലുകൾ ഉപയോഗിക്കേണ്ടതായിട്ടും അതൊക്കെ വളരെ ദോഷകരമാണെന്നുള്ളതൊക്കെ നമുക്ക് എളുപ്പം തന്നെ അത് തിരിച്ചറിയാം. കാരണം ഇത് മണം നമുക്ക് തന്നെ അടിച്ചാൽ തന്നെ നമുക്ക് തന്നെ ക്ഷീണം ഉണ്ടാകുന്നു.
കിളികളൊക്കെ ചത്തു വീഴുന്നു, പ്രാണികളൊക്കെ ഒത്തിരി ചത്തു വീഴുന്നു. അതൊന്നും ശരിയല്ലെന്നുള്ളൊരു തോന്നൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജൈവ കൃഷിയിലേക്ക് മാറി. ജൈവ കൃഷി എന്ന് ഉദ്ദേശിച്ചത് ജൈവ വളങ്ങൾ വഴി ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം. അതും പക്ഷേ വിജയം കണ്ടില്ല. അതൊരു കുറേ വർഷങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഭാഷ് പലേക്കർ വഴി ഈ പ്രകൃതി കൃഷി എന്നുള്ളൊരു ആശയവും അതെങ്ങനെയാണ് പ്രകൃതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ബേസിക് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു അന്വേഷണമാണ് മറ്റ് വേൾഡ് റിനോൺഡ് സയൻറ്റിസ്റ്റുകളായ ക്രിസ്റ്റ്യൻ ജോൺസിൻ്റെയും എലൻ ഹാമിൻ്റെയും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ജെയിംസ് വൈറ്റ് എന്ന ഒക്കെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ പഠനം. ജെയിംസ് വൈറ്റ് ഞാൻ കേട്ടിട്ടില്ലാത്ത പേരാണ്. അത് ഞാൻ ഒരു 2 വർഷമായുള്ളൂ ജെയിംസ് വൈറ്റിൻ്റെ പഠനങ്ങൾ പതുക്കെ കേട്ടത്. അത് കുറച്ച് നമുക്ക് അങ്ങോട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ പണ്ട് അദ്ദേഹം എനിക്ക് അമേരിക്കൻ അമേരിക്കനാണ് ഓസ്ട്രേലിയനാണ്, അത് കറക്റ്റ് എനിക്കറിയില്ല, ഇൻ്റർനെറ്റ് വരുന്നുണ്ട്. അപ്പം പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ഈ മൂലകങ്ങൾ, സോളുബിൾ മൂലകങ്ങൾ ഓസ്മോസിസ് വഴി ചെടികൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നല്ലോ അഗ്രികൾച്ചറിനുണ്ടായിരുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു മൈക്രോബ് ഈ മൂലകത്തിനെ ആഗിരണം ചെയ്യുന്നു. ആ മൈക്രോബ് എന്നിട്ട് റൂട്ട് ഹെയർ വഴി ചെടിക്കുള്ളിൽ വരുന്നു. ഒരു സൂപ്പർ ഓക്സൈഡ് എന്നൊരവസ്ഥ ചെടി സൃഷ്ടിച്ച് ആ മൈക്രോബിൽ നിന്ന് ആ മൂലകത്തെ സ്ക്യൂസ് ചെയ്തെടുക്കുന്നു. കുറച്ച് മൈക്രോബുകൾ അവിടെ തന്നെ അങ്ങ് ചെടി കൺസ്യൂം ചെയ്യുന്നു. ബാക്കിയുള്ള മൈക്രോബുകൾ ഈ മൂലകം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ റൂട്ട് ഹെയറിൽ കൂടെ പുറത്തു വന്ന് വീണ്ടും കൺസ്യൂം ചെയ്യുന്നു, തിരികെ കയറുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടെയാണ് ഈ ന്യൂട്രിയൻ അക്വിസിഷൻ നേച്ചർ നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ കോലുമഷിത്തണ്ട് പണ്ട് വെള്ളത്തിലിട്ടിട്ട് മഷി കയറുന്നതായിട്ട് നമ്മൾ പരീക്ഷണം, അത് ഓസ്മോസിസിന്റെ ഒരു രീതിയാണ്. അപ്പൊ ആ രീതിയിലല്ല, ചെടികളിലെ ഈ മൈക്രോബുകളാണ് ഇതും കൊണ്ട് കയറുന്നത്. മൈക്രോബിൽ നിന്ന് വലിച്ചെടുത്ത ശേഷം മൈക്രോബിനെ പുറത്തേക്ക് തള്ളുന്നതാണ് പഠനങ്ങൾ അതിന്റെ ആരംഭ ദശയിലാണ്. കാരണം ജെയിംസ് വൈറ്റ് ഇത് എത്തിയിട്ട് തന്നെ എനിക്കൊന്ന് 4-5 വർഷമേ ആയിട്ടുള്ളൂ. ഞാനിത് 2 വർഷം മുമ്പാണ് കേട്ടത്. അപ്പോൾ എനിക്ക് ആദ്യം ഇത് ഭയങ്കര ബാലിശമായിട്ട് തന്നെ തോന്നി, ഇതൊക്കെ ചുമ്മാ കഥയാണെന്ന് വിചാരിച്ചു. പക്ഷേ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും നെറ്റിൽ കാണുമ്പോഴത്തേക്ക് ഇത് ആണെന്നുള്ളൊരു ഇപ്പോൾ കൂടുതൽ ഇതിനൊക്കെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അഗ്രികൾച്ചർ സയൻസിനെ റീറൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ല, അതിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ നമ്മൾ ഈ പ്രാണികളിലെല്ലാം വിസർജ്യത്തിലും മറ്റുമായിട്ട് മണ്ണിൽ പലരും മൈക്രോബ് ചേരുന്നു നമ്മൾ പറയുന്നത്. അത് കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ ക്രിസ്റ്റ്യൻ ജോൺസിൻ്റെ ഒക്കെ പഠനങ്ങളിൽ കൂടെ അത് വ്യക്തമായിരുന്നു. അതായത് ഇത്ര ഫംഗസുകൾക്ക് ഇത്ര ബാക്ടീരിയകൾ വേണം, ഇത്ര ബാക്ടീരിയകൾക്ക് ഇത്ര എക്നോമൈസിറ്റ്സ് വേണം. അവരുടെ ഒരു പഠനം, ഒരു ക്വാറം സെൻസിങ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്, അമേസിങ് കാർബണിനകത്തുണ്ട് ക്വാറം സെൻസിങ്. അതൊക്കെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. വൈവിധ്യമാണ് ഇതിൻ്റെയൊക്കെ എല്ലാം അടിസ്ഥാനം. അത് തന്നെ ഞാൻ ഇവിടത്തെ ഒരു കാര്യം കൂടെ അതിനുമായിട്ട് ക്ലബ് ചെയ്യുമ്പോഴേ, ഞാനിപ്പോൾ ഇന്നലെ വരുമ്പോൾ കണ്ട ഒരു പ്രത്യേകത, ഒരുപാട് പ്രാണികളെ കണ്ടു. ഞാൻ പുളിയറക്കോണത്ത് നിന്ന് ഒരു 500 പ്രാണികളുടെ അധികം പടം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 1 വർഷം കൊണ്ട് 2 ഏക്കറിൽ നിന്നാണ്, ചെറിയാണ്. ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഒരു 2 മണിക്കൂർ നടന്നപ്പോൾ തന്നെ എനിക്കൊരു 30 പ്രാണികളുടെ പടം കിട്ടി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു തവളയൊക്കെ ഇവിടെ നിന്ന് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് പ്രാണികളുണ്ട്, ചെടികൾ ഒരുപാടെണ്ണം. ഇപ്പോൾ മാത്യു ഡാൻ സാർ ഇതിലെ പല ചെടികളും ഈ അദ്ദേഹത്തിന് അറിയാവുന്ന ചെടികളാണ്, പക്ഷേ ഇവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. അതേപോലെ തന്നെ വേറൊരു സാധനം കണ്ടത്, ഈ പല സ്പീഷീസിൽപ്പെട്ട പ്രാണികൾ ഒരുമിച്ച് വരെയല്ല ഇരിക്കുന്നതാണ്. അത് സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ആകുമ്പോൾ ഒരെണ്ണം ഇരിക്കുകയാണെങ്കിൽ അതിന് അടുത്തെങ്കും വരെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കാറില്ല. മൊത്തത്തിലൊരു ആശയം. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈ 2 എണ്ണം വീതം 2 ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരു ആധിക്യം കൊണ്ടിരിക്കുന്നതാണോന്നും അറിയില്ല, കാരണം ഒരുപാടെണ്ണം വരുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല വരുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഈ മോത്തുകൾ, ഒരു 10-25 ടൈപ്പ് മോത്തുകൾ വന്ന് ഈ ലൈറ്റിൽ വന്ന് വീഴുന്നുണ്ട്. മുകളിൽ ലൈറ്റ് ഇട്ടിരുന്നു. നേരം വെളുക്കുമ്പോൾ ആ മുറിയിൽ മുഴുവനായിട്ട് ഒരു 20-25 ടൈപ്പിനെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജീവികളുടെ ഒരു ബാഹുല്യം ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അത് റിസൾട്ടിൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് റിസൾട്ട് ഉണ്ടാവും. ജീവിലോകത്തിൻ്റെ കൺവേർഷൻ ഓഫ് എനർജിയിലാണ്. സൺലൈറ്റിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. ആ എനർജി, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയെ മണ്ണിൽ നിന്നും ബാക്കി വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്ന മൂലകങ്ങളെ ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിച്ച് ആണ് ഈ പറയുന്ന ജീവികൾക്കെല്ലാമുള്ള എനർജി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ
ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്യാനായിട്ട് വൈവിധ്യമുള്ള ചെടികൾ ആവശ്യമുണ്ട് എന്നുള്ള അത് മസ്റ്റാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഞങ്ങൾ കളകൾ കഴിയുന്നിടത്തോളം നശിപ്പിക്കത്തില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജാതി കളകൾ മേൽക്കൈ എടുക്കുന്നു എന്ന് കണ്ടാൽ അവിടെ മാത്രം നമ്മൾ ചെറിയ തോതിൽ ഒന്ന് ലിമിറ്റ് ചെയ്യും. വേറെ വേറെ അവിടെ ഇല്ലാത്ത ഒരു സസ്യത്തിനെ കൂടെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് പല രീതിയിലും ചിലപ്പോൾ അതിൻ്റെ ഒരു വിത്ത് അങ്ങോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് വിട്ട് അത് എത്രയും മിനിമം. നമ്മുടെ ഐഡിയ മുഴുവൻ കൺവേർഷൻ ഓഫ് സൺലൈറ്റ് എനർജി ഇൻറ്റു ബയോകെമിക്കൽ എനർജി എന്നുള്ള ഒരു ഇതിലാണ് ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഇപ്പം നല്ലൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ചെടികളുടെ വൈവിധ്യം കൂടിയപ്പോൾ അതുകൊണ്ടായിരിക്കാം സാർ പറഞ്ഞതുപോലെ ഈ ഇൻസെക്ട്സിൻ്റെ വൈവിധ്യം കൂടിയത്. പക്ഷെ അതിൽ കൂടെ തന്നെ ഇപ്പം ഇൻസെക്ട്സിൻ്റെ വൈവിധ്യം കൂടുന്നതോടുകൂടി എനിക്ക് ഉറപ്പുണ്ട് കിളികളുടെ വൈവിധ്യം കൂടും. മൈക്രോബുകളുടെ വൈവിധ്യം വരുന്നത് ഇതിൻ്റെ എല്ലാം കാഷ്ടപദാർത്ഥങ്ങളിൽ കൂടെ അവരുടെ എല്ലാം ഗട്ടിൽ പ്രവർത്തിച്ച മൈക്രോബുകളുടെ വൈവിധ്യം ഇവിടെ കൂടുന്നുണ്ടാവണം, നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വൈവിധ്യത്തിൻ്റെ ഒരു 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 പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു ചെടിയിൽ തന്നെ 2-3 ഇത് വരുന്നത് ഞാൻ ഇനി അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ പടം എടുക്കുന്ന ഒരു ആംഗിളിൽ ആലോചിക്കുന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അല്ലാതെ ഞാൻ സയൻസ് അല്ല നോക്കിയത്. എന്തായാലും ഈ മൈക്രോബുകളുടെ വൈവിധ്യമാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരേണ്ടത്. കാരണം നമ്മൾ സയൻസിൽ ഇന്നിപ്പം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നില്ലെങ്കിൽ കാണാവുന്ന ജീവനും കാണാൻ മേലാത്ത ജീവനും തമ്മിലൊരു വേർതിരിവ് വെച്ചുകൊണ്ട് അതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 70% ജീവൻ്റെ ഭാരം കാണാൻ മേലാത്ത ജീവൻ്റെ ഭാരമാണ്. 30 മൈക്രോബുകളുടെ 30% ഉള്ളൂ. ആനയും മനുഷ്യനും പ്രാണികളും കിളികളും എല്ലാം കൊണ്ടുള്ള കാണാവുന്ന ജീവൻ്റെ വെയിറ്റ്, മൊത്തം ജീവന്റെ വെയിറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 30% ഉള്ളൂ. അതെനിക്ക് ഒരു 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 മൈൻഡ് ബ്ലോയിങ് ഒരു ഇൻഫർമേഷൻ. അവരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരുടെ നമ്മൾ ചെടികൾ നശിപ്പിക്കുമ്പോഴത്തേക്ക് ഈ മൈക്രോബുകൾക്ക് സൺലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് എനർജി കിട്ടുന്നത് അവിടെ നമ്മൾ ഇല്ലാതാക്കുന്നു. കീടനാശിനി അടിക്കുമ്പോഴത്തേക്ക് ഓരോ ചെറിയ ജീവികളും കാഷ്ടങ്ങളിൽ കൂടെ മൈക്രോബുകളെ മണ്ണിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ അവസ്ഥ ഇല്ലാതായിരിക്കുന്നു. മൃഗങ്ങൾ ഇല്ലാതാകുമ്പോഴത്തേക്ക് അതിൻ്റെ കാഷ്ടങ്ങളിൽ കൂടെ വരുന്ന മൈക്രോബുകളും അത് വസിക്കാനുള്ള പല കാര്യങ്ങളും ഇല്ലാതാകുന്നു. അങ്ങനെ നമ്മൾ ഒരു മനുഷ്യനൊരു കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ അതികഠിനമായിട്ട് കത്തിച്ചും വിഷമടിച്ചും ഇപ്പം കളനാശിനി എന്ന് പറയുന്നത് ഈ സൺലൈറ്റ് എനർജി, അതായത് ഈ മൈക്രോബുകൾക്ക് ഈ ജീവന് മുഴുവൻ വേണ്ട സൗരോർജ്ജമാണ് ഇവരുടെ ജീവൻ്റെ എല്ലാം ചലനത്തിന് വേണ്ട എനർജി കിട്ടുന്നത്. അത് കിട്ടുന്ന ചെടികളെ പോലും നമ്മൾ ഹെർബിസൈഡ് എനിക്ക് തോന്നുന്നത് കീടനാശിനിയാണ് താരതമ്യേന ഏറ്റവും ശക്തി കുറഞ്ഞത്, അല്ലെ ദോഷം കുറഞ്ഞത്. അതിനേക്കാൾ കൂടുതലാണ് കാണാൻ മേലാത്ത ജീവൻ കളയുന്ന കുമിൾനാശിനി. സർവനാശിയാണ് കളനാശിനി. നമ്മൾ സാറേ ഈ കൃഷിയുടെ ഭാഗമായിട്ട് മണ്ണിൽ രാസവളങ്ങൾ ചേർക്കുമ്പോൾ നൈട്രജൻ ചേർക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ ഈ നൈട്രജൻ ചേർക്കുന്നത് കൊണ്ട് കാർബൺ കുറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കാമോ? ഇതിനെക്കുറിച്ച് നൈട്രജനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൂലകങ്ങൾ എവിടെയൊക്കെ നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിലായിരിക്കും. നൈട്രജനും കാർബണും വായുവിലാണ് അതിൻ്റെ സ്ഥാനം. പഞ്ചഭൂതങ്ങളിൽ വായുവിലാണ് അതിൻ്റെ സ്ഥാനം. ഹൈഡ്രജനും ഓക്സിജനും വെള്ളത്തിലാണ്. H2O എന്നാണ് നമ്മൾ വെള്ളത്തിന് പറയുന്നത്. അപ്പോൾ ഈ 4 മൂലകങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ള 104 മൂലകങ്ങളുടെ ഒരു സംയുക്തമാണ്. അതായത് പൊട്ടാഷ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, ഇങ്ങനെയുള്ള 104 മൂലകങ്ങളും കൂടെ കൂടുന്ന ഒരു സംയുക്തമാണ് മണ്ണ്. ഇത് മണ്ണിൽ ചെടികൾക്കോ അല്ലെങ്കിൽ മറ്റ് ജീവിവർഗങ്ങൾക്കോ ഇത് നേരിട്ട് വലിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥയിലല്ല. ആ അവസ്ഥയിലേക്ക് തന്നെ മാറ്റുന്നത് മൈക്രോബുകളാണ്. അപ്പോൾ നമ്മൾ വായുവിലിരിക്കേണ്ടിയിരുന്ന അല്ലെ പ്രകൃതി വായുവിൽ ഇച്ഛിക്കുന്ന അല്ലെ കരുതിയിരിക്കുന്ന നൈട്രജനെ നമ്മൾ ടെക്നോളജി വഴി അതിനെ ഖരരൂപത്തിലാക്കി യൂറിയ ആക്കി മണ്ണിലിട്ടപ്പോൾ പ്രകൃതി അത് ആഗ്രഹിക്കുന്നില്ല. പ്രകൃതി അതിന് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ഡീനൈട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ശ്രേണിയെ ഉണ്ടാക്കി അതിനെ വായുവിലേക്ക് തിരികെ വിട്ടു. അപ്പോൾ എന്ത് ജീവനുള്ള സാധനവും
അതിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിമിൽ പെടുന്നതാണ് കാർബണും നൈട്രജനും. കാർബൺ 10 യൂണിറ്റ് വേണ്ടപ്പോൾ നൈട്രജൻ 1 മതി. അപ്പം നമ്മൾ 1 യൂണിറ്റ് മണ്ണിലിട്ടു, അത് പ്രകൃതി വിരുദ്ധമാണ്. കാരണം മണ്ണിൽ പ്രകൃതി ചെടിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നൈട്രജൻ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് പ്രകൃതിയിലുള്ളത്. അപ്പം നമ്മൾ ഫോഴ്സിബിളായിട്ട് അവിടെ നൈട്രജൻ മണ്ണിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പ്രകൃതി അതിനെ വീണ്ടും തിരികെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയയെ പെരുപ്പിച്ചിട്ട് വായുവിലേക്ക് തിരികെ വിടുന്ന ഒരു പ്രക്രിയ ഉണ്ടായി. അതുണ്ടായപ്പോഴത്തേക്ക് നമ്മൾ ഒരു നൈട്രജൻ ഇട്ടപ്പോഴത്തേക്ക് 10 കാർബൺ മണ്ണിൽ നിന്ന് ഈ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ എടുത്തു. അങ്ങനെയാണ് നൈട്രജൻ ഇട്ടെടുത്ത് കാർബൺ കുറഞ്ഞത്. അങ്ങനെയാണ് മണ്ണിന്റെ വളം കുറയുന്നത്. മണ്ണിലെ കാർബൺ കുറഞ്ഞു. കാർബൺ എന്ന് പറയുന്നത് മണ്ണിൽ വായുവിൽ വെറും 0.4% ഉള്ളൂ. നൈട്രജൻ 80% പക്ഷേ മണ്ണിൽ നിന്ന് ഡീനൈട്രിഫൈങ് ബാക്ടീരിയ ഉണ്ടാകുമ്പോഴത്തേക്ക് 10 കാർബണാണ് ഒരു നൈട്രജൻ വേണ്ടി മണ്ണ് നഷ്ടപ്പെടുത്തിയത്. അപ്പോഴത്തേക്കും കാർബണിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മൈക്രോ വാട്ടർ സൈക്കിളിൽ നിന്ന് ഇന്ന് ആധുനിക കാലത്തിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു വലിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മൈക്രോ വാട്ടർ സൈക്കിളുണ്ട്. അതായത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് വെള്ളത്തിന് കാർബൺ 1 യൂണിറ്റ് കാർബണ് 10 യൂണിറ്റ് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സാധനമാണ് കാർബൺ. അപ്പോൾ കാർബൺ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുത്തി എന്ത് പറ്റുന്നു? ഈ വെള്ളം പിടിച്ചു വെക്കുന്ന മണ്ണിൻ്റെ ശേഷിയില്ലാതാകുന്നു. വെള്ളം എന്ന് പറയുന്നത് മൈക്രോബുകളുടെ പ്രവർത്തനത്തിന് അല്ലെ അവരുടെ സുഖമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് വെള്ളം. അപ്പം വെള്ളമില്ലാതായപ്പോഴത്തേക്ക് മൈക്രോബുകൾ കുറഞ്ഞപ്പോഴത്തേക്ക് ഈ മൂലകങ്ങൾ ചെടികൾക്ക് കിട്ടുന്ന അങ്ങനെ ഇതെല്ലാം മനുഷ്യൻ്റെ ചെറിയ നൈട്രജൻ കണ്ടുപിടിച്ചതാണ്. നൈട്രജൻ കണ്ടുപിടിച്ചുകൊണ്ട് ആദ്യകാലത്തൊക്കെ നമ്മൾ വലിയ നേട്ടമായിട്ട് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ അന്നത് വലിയ മനുഷ്യൻ്റെ കുലത്തിനെ തന്നെ ഇല്ലാതായ്മ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറി. പക്ഷെ ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് വന്ന, അതായത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആധിക്യം കൊണ്ട്, അതായത് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് വരുന്നു. ഇതിനൊരു കാരണം കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. സയൻസാണ്. ഓക്കെ സാർ, ഇത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഇപ്പോൾ ഈ മൈക്രോ വാട്ടർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലോകത്തെല്ലാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് എനിക്ക് അതേക്കുറിച്ച് കൃത്യം കണക്കില്ല. എങ്കിലും ഈ സാർ ഈ കൃഷിക്കെല്ലാം ഇത് ബാധകമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ചൂട് കൂടിയ, കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഇവിടെ ചൂട് കൂടുതലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ കാർബൺ കൂടുതലുള്ളതിൻ്റെ ഒരു പ്രയോജനം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്കത് ഫീൽ ചെയ്തു. കഴിഞ്ഞ വർഷം ഈ ചുറ്റുപാടുള്ള ഇവിടെ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ ഇടുക്കിക്കാരൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു ടെമ്പറേച്ചറാണ് ഇടുക്കിയിൽ വന്നത്. 38 ഡിഗ്രി സമ്മറിൽ വന്നു എന്നാണ് ഇടുക്കിയിൽ വന്നു. അതായത് ഒരു 30-ന് മുമ്പൊക്കെ 30 വലിയ ടെമ്പറേച്ചറായിരുന്നു. ഒരു 5 വർഷം മുമ്പ് 30 ഡിഗ്രിയൊക്കെ വന്നപ്പോഴത്തേക്ക് അന്ന് വലിയ റെക്കോർഡായിട്ടും, അല്ലെങ്കിൽ ഇടുക്കിയിൽ 30 ഡിഗ്രി ചൂടെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു. അത് 38 മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ 38 വന്നപ്പോഴത്തേക്ക് ഏലത്തോട്ടങ്ങൾ ഇത്രയും ചൂട് ടെമ്പറേച്ചർ താങ്ങാനുള്ള ഒരു ചെടിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നല്ലൊരു ശതമാനം, 70% ഷെയ്ഡൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഈ ആധുനിക ടെക്നോളജി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ ഫാമിംഗ് കാർഡമത്തിൽ ചെയ്യുന്നവർ ഒത്തിരി ഷെയ്ഡൊക്കെ കുറച്ചു. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒത്തിരി ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. ഇപ്പം ഞങ്ങളുടെ ആദ്യകാലത്തിൽ ഒരു 10 വർഷം മുമ്പ് വരെയും ഈ കാർബൺ നഷ്ടപ്പെടുന്ന ഒരു കൃഷി രീതിയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അതായത് നൈട്രജൻ രാസവളമായിട്ടോ ജൈവവളമായിട്ടോ മണ്ണിൽ കൊടുക്കുന്നു, അതുവഴി കാർബൺ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കൃഷി രീതിയായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷമേ ആയുള്ളൂ ഈ കാർബൺ നിലനിൽക്കുന്ന ഒരു കൃഷി രീതിയിലേക്ക്, അതായത് പ്രകൃതി കൃഷിയിലേക്ക് നമ്മൾ മാറിയിട്ടും. അതാണെങ്കിലും ഓരോ വർഷം കഴിയുന്ന തന്നെയാണ് ഇതിൻ്റെ അറിവുകൾ കൂടുതൽ ഷാർപ്പൻ ആകുന്നത്. അതിൻ്റേതായ പഠിക്കലുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കാർബൺ കൂടുന്നതിൻ്റെ നമുക്ക് അത്രയും പ്രശ്നങ്ങളുണ്ടായില്ല. ഈ നമ്മുടെ ചെടികൾ ആരോഗ്യകരമായിട്ട് തന്നെ പിടിച്ചൊക്കെ നിന്നു. പിന്നെ ഏലത്തോട്ടം എനിക്ക് തോന്നുന്നത് പലരും വിചാരിക്കുന്ന ഏലം ആണ് പ്രകൃതി ഒരിക്കലും ശരിയാകത്തില്ലെന്നുള്ളതാണ് എനിക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു അഡ്വൈസ്. പക്ഷേങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നോക്കിയാൽ ഏലത്തോട്ടമാണ് ഏറ്റവും കൂടുതൽ കാർബൺ സെക്വസ്ട്രേഷന് ഏറ്റവും പറ്റിയ കൃഷി. കാരണം മരങ്ങളുണ്ട്, പല തത്തുകളിലുള്ള മരങ്ങളുണ്ട്. പക്ഷെ നമ്മളതിനെ റിവേഴ്സ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും
ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തതിനെ റിവേഴ്സ് ചെയ്യാം. തിരിച്ച് ആ നഷ്ടപ്പെട്ടു പോയ കാർബണെ വീണ്ടും തിരിച്ച് അതല്ല വേൾഡ് ഓവർ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആ കാർബൺ തിരികെ മണ്ണിലേക്ക് തന്നെ വരണം. അതെ. എന്നാലേ ഈ മൈക്രോ വാട്ടർ സൈക്കിൾ വർക്ക് ചെയ്യത്തുള്ളൂ. മൈക്രോ വാട്ടർ സൈക്കിൾ വർക്ക് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ പടിപടിയായിട്ട് നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ പടിപടിയായിട്ട് തിരികെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് മാത്രം നമുക്ക് കിട്ടിയ അറിവാണ്. ഈ സാധനം 20 വർഷം മുമ്പ് തുടങ്ങിയ അറിവാണ്. ഇപ്പോഴും അങ്ങോട്ട് അത് ഫൈനലായിട്ടോ ശാഖ തുടങ്ങി. അതെ അതെ ശാഖ തുടങ്ങിയത് കറക്റ്റ്. സാറേ, നമ്മുടെ ഈ ആധുനിക കൃഷി എന്ന് പറയുന്നത് തന്നെ രാസവളവും കീടനാശിനികളും ഉപയോഗിച്ച് വലിയ വിള ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സങ്കല്പമായിരുന്നു അതിൽ മൊത്തം. സാറത് ശാസ്ത്രീയമായിട്ട് തന്നെ BSc അഗ്രികൾച്ചറായിട്ട് തന്നെ പോയി പഠിച്ച് പ്രയോഗിച്ച ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഫാമിങ്ങിൽ നമുക്ക് ഈ പറയുന്ന പ്രകൃതി ഇല്ലെങ്കിലും മറ്റേ നമുക്കൊരു കണ്ണാടിക്കൂട്ടിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ 20 വർഷത്തെ പഠനങ്ങളിൽ വന്നിരിക്കുന്ന ഇതൊന്നും ശരിയാവില്ല എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ ഭൂമിയെ തിരിച്ച് റീഗ്രീൻ ചെയ്യുകയും ഈ മൈക്രോ ന്യൂട്രിയൻസ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല എന്നും ഹ്യൂമൻ ബയോമുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പുതിയൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വേഗത്തിൽ തന്നെ ഇത് മനസ്സിലാക്കുകയും ഇത് പ്രയോഗിക്കുകയും ചെയ്യാൻ കഴിയുന്നത് വലിയൊരു അത്ഭുതമാണ്. കാരണം അങ്ങനെ അതിൽ പേഴ്സണലി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഈ ഒരു പരീക്ഷണം ഇവിടെ നടക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണാനും വരാനും അത് നമുക്ക് പങ്കുവെക്കാനും പറ്റിയതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. ലോകം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഇപ്പോൾ ഇടുക്കിയിൽ കഴിഞ്ഞ വർഷം 38 ഡിഗ്രി എന്ന് പറഞ്ഞ് അടുത്ത വർഷം 40 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഓരോ വർഷം കൂടി ഇരിക്കുകയാണ്. ലോകമെമ്പാടും തന്നെ ഈ പ്രശ്നം പറയാൻ നോക്കിയല്ല, ട്രോട്ടിൽ നിന്ന് പ്രളയത്തിലേക്കും പ്രളയത്തിൽ നിന്ന് ട്രോട്ടിലേക്കും ഒക്കെ മാറി കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചൂട് കൂടുന്നുണ്ട്. ഇപ്പം യൂറോപ്പിലാണെങ്കിൽ പോലും അവിടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. അവിടെ നിന്ന് പണ്ട് AC വെള്ളപ്പൊക്കവും ഇപ്പോൾ സെൻട്രൽ യൂറോപ്പിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. കാരണം ചൂട് കൂടുമ്പോഴത്തേക്ക് നീരാവി കൂടുതൽ പോകുന്നു. അത് വീണ്ടും തിരിച്ച് ഇതിപ്പം ജലം എന്നുള്ളത് ഒന്നുകിൽ ഐസായിട്ട് ഖരമായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് അല്ലെങ്കിൽ വാതകമായിട്ട് ആ വെള്ളം കൂടുന്നുമില്ല കുറയുന്നുമില്ല. അപ്പം ഇതിൻ്റെ രൂപമാറ്റമാണ്. ഇപ്പം ലോകത്തിൽ ഒരു മൂലവും കൂടുന്നുമില്ല കുറയുന്നുമില്ല. ഇപ്പം മണ്ണിലുണ്ടായിരുന്ന കാർബൺ വായുവിലുണ്ട്. അതാണ് ഇപ്പോൾ കുഴപ്പമായിരിക്കുന്നത്. അതിനെ തിരിച്ച് മണ്ണിലാണ് ഇരിക്കേണ്ടത്. നൈട്രജൻ മാത്രം നമുക്ക് മണ്ണിലിട്ടാലും അത് വീണ്ടും തിരിച്ച് കാർബൺ കൂടെ എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപ്പം പ്രകൃതി എന്ന് പറയുന്ന ഒരു വലിയൊരു സത്യമാണ്. അതുമായി നമുക്ക് ഫൈറ്റ് ചെയ്യല, അതിനോട് യോജിച്ച് പോവുകയാണ്. അതിനോട് യോജിച്ച് മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ചിലപ്പോൾ മാസ് എക്സ്റ്റിങ്ഷൻ തന്നെ വളരെ ചുരുക്കമായ ആളുകൾ അതുകൊണ്ട് ഈ അറിവുകൾ നമ്മൾക്ക് ഈ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നു എളുപ്പമായി നന്നായി എന്നൊക്കെ. പക്ഷെങ്കിൽ അതല്ല, പ്രകൃതിയാണ് സത്യം. പ്രകൃതിയെ വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബാക്ക് ടു നേച്ചർ എന്നുള്ള ഇതിലേക്ക് മാറേണ്ട ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു ചെടിയിൽ 2 തരം പ്രാണി വന്നിരിക്കുന്നതൊക്കെ ആ ഒരു കോ എക്സിസ്റ്റൻസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കറിയാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്. ശരി സാർ, ഓക്കെ. സന്തോഷം.